നമസ്കാരം. പ്രധാന വാർത്തകൾ. വലിയ പെരുമ്പുഴക്കടവിൽ ചെന്നിത്തല പള്ളിയോടം മറിഞ്ഞുണ്ടായ അപകടം. ഒരു മൃതദേഹം കൂടി ലഭിച്ചു. മരിച്ചവരുടെ എണ്ണം 3 ആയി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അക്രമം. 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഓണാഘോഷങ്ങൾക്ക് സമാപനം. ചതയം പിന്നിട്ടപ്പോഴും നിരവധി പരിപാടികൾ. വിശദമായ വാർത്തകളിലേക്ക്. ചെന്നിത്തല വലിയ പെരുമ്പുഴക്കടവിൽ പള്ളിയോടം മറിഞ്ഞ് കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ചെന്നിത്തല സ്വദേശി രാകേഷിന്റെ മൃതദേഹമാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തിയത്. അച്ചൻകോവിലാറ്റിന്റെ മധ്യഭാഗത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ അച്ചൻകോവിലാറ്റിൽ പള്ളിയോടം മറിഞ്ഞ് മരിച്ചവരുടെ എണ്ണം 3 ആയി. ചെന്നിത്തല വലിയ പെരുമ്പുഴ കടവിൽ പള്ളിയോടം മറിഞ്ഞ് കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ചെന്നിത്തല വൃന്ദാവനത്തിൽ രാകേഷിന്റെ മൃതദേഹമാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തിയത്. അച്ചൻകോവിലാറിന്റെ മധ്യഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ അച്ചൻകോവിലാറ്റിൽ പള്ളിയോടം മറിഞ്ഞ് മരിച്ചവരുടെ എണ്ണം 3 ആയി. ആറന്മുള ദർശനത്തിന് പോകാനുള്ള ചടങ്ങുകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ചെന്നിത്തല പള്ളിയോടം മറിഞ്ഞത്. ചെന്നിത്തല തെക്ക് പരിയാരത്ത് ആദിത്യൻ, ചെറുകോൽ മനാശ്ശേരിയിൽ വിനീഷ് എന്നിവരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. ന്യൂസ് മാവേലിക്കര. YMCA ആലപ്പുഴ ജില്ലാ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കായംകുളത്ത് നടന്നു. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തെയോ ഒത്തുചേരലിനെ കുറിച്ചോ ആലോചിക്കുവാൻ പോലും ആകാതെ വീടുകളിൽ ഒതുങ്ങിയിരുന്ന നാം ആത്മവിശ്വാസത്തോടെ ഓണത്തെ വീണ്ടെടുത്തു എന്ന സന്തോഷമാണ് ഇത്തവണ മലയാളിക്ക് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. YMCA ആലപ്പുഴ ജില്ലാ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കായംകുളത്ത് നടന്നു. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തെയോ ഒത്തുചേരലിനെയോ കുറിച്ച് ആലോചിക്കുവാൻ പോലും കഴിയാതെ വീടുകളിൽ ഒതുങ്ങിയിരുന്ന നാം ആത്മവിശ്വാസത്തോടെ ഓണത്തെ വീണ്ടെടുത്തു എന്ന സന്തോഷമാണ് ഇത്തവണ ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ അങ്ങ് അർഹിക്കുന്ന വിധത്തിൽ അങ്ങയെ സേവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ലാഭേച്ഛ കൂടാതെ കൊടുപ്പാനും വിശ്രമം കൂടാതെ യജ്ഞിപ്പാനും തിരുവിട്ടം ഞങ്ങൾ നിർവർത്തിക്കുന്നു എന്നുള്ള ബോധമൊഴികെ മറ്റൊരു പ്രതിഫലേച്ഛയും കൂടാതെ കഠിനാധ്വാനം ചെയ്യുവാനും ക്രിസ്തു മൂലം ഞങ്ങൾക്ക് തുണയാകണമേ. ആമേൻ. കൈതാത്തിയിടുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് YMCA ആലപ്പുഴ സബ് റീജിയന്റെ ഭാരവാഹികളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഈ മക്കളുമേൽ അവിടുത്തെ ആശീർവാദം ഉണ്ടായിരിക്കണമേ. ലോക YMCA, ഭാരത YMCA ഇവയിൽ പ്രവർത്തിക്കുന്ന ഏവരെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. അവരും ഞങ്ങളും തിരുനാമ മഹത്വത്തിനായി അധികം ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. ജില്ലാ ചെയർമാൻ KT ചെറിയാൻ, വൈസ് ചെയർമാൻമാരായ വിനു B. എബ്രഹാം, ജിനു വർഗീസ്, ജനറൽ കൺവീനർ J. ജേക്കബ്, വിവിധ കമ്മിറ്റി കൺവീനർമാരായ റെജി ജോൺ, ഡോക്ടർ PD കോശി, DK യേശുദാസ്, റെജി തോമസ്, ജോൺ K. മത്തായി, മിനി സാമുൽ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ഉണ്ടായ നവോത്ഥാനം, YMCAയുടെ നവോത്ഥാനമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഈ 2018 ബഹുമാനപ്പെട്ട കൊയ്സ് സാറ് ഈ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയും ഈ പ്രസ്ഥാനത്തെ ഉയർത്തുകയും ഏകദേശം 325-340 YMCയോളം കേരളത്തിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിംഗ് പദവിയിലേക്ക് വരികയും ചെയ്തു. അക്കൂട്ടത്തിൽ നമ്മുടെ ആലപ്പുഴ YMCA ഇന്ന് 6 YMCകൾ ഗുഡ് സ്റ്റാൻഡിങ്ങിലേക്ക് വന്നു. അങ്ങനെ 16 ആയിരുന്നു. കഴിഞ്ഞ വർഷം പുതിയ ഒരു YMCA, അതായത് മുതുകുളം YMCAക്ക് അഫിലിയേഷൻ കിട്ടിയത് മുഖാന്തരം
ഇപ്പോൾ 17 YMCA നമുക്കിവിടെ ഉണ്ട്. 17 YMCA ഗുഡ് സ്റ്റാൻഡിംഗ് ആണ്. എന്നാൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഏതാനും YMCAകളുണ്ട്, അവർക്ക് അഫിലിയേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ YMCAകൾ ഞാൻ അടുത്ത വർഷത്തെ ഞാൻ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ചില കാര്യങ്ങളെന്ന് നിങ്ങളോട് പറയുകയാണ്, പെട്ടെന്ന് ഞാൻ നിർത്തും. ആ 3 YMCAകളെ നമുക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് പദവിയിലേക്ക് അഫിലിയേഷൻ വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് പദവിയിലേക്ക് വരുത്തണം. അതുപോലെ തന്നെ നമ്മളുടെ YMCAയുടെ ഈ ട്രെയിനിങ് പല വർഷങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുകയാണ്. ലീഡേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ YMCAകളിലൊന്നും നടക്കാറില്ല. ഈ സബ് റീജിയനിൽ ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ YMCAയുടെ സെക്രട്ടറീസ്, അതുപോലെ തന്നെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന ആ ടീമിന് നല്ല ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുവാനായിട്ടാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഒരു കുടുംബ സംഗമം നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു 1 ഡേ ക്യാമ്പ് നൈറ്റ്, അതായത് രാത്രിയിൽ താമസിച്ചുകൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ എല്ലാ YMCA അംഗങ്ങളും ഒന്ന് ബന്ധപ്പെടുവാനായിട്ടുള്ള ഒരു സംഗമം നടത്തുന്നതാണ്. ഇങ്ങനെയുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം സംസ്ഥാന ചെയർമാൻ ജിയോ ജേക്കബ് നിർവഹിച്ചു. മുൻ റീജിയണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, നിർവാഹക സമിതി അംഗം റെജി ഇടയാറന്മുള, സംസ്ഥാന ട്രഷറർ വർഗീസ് അലക്സാണ്ടർ, സംസ്ഥാന സെക്രട്ടറി റെജി വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ തോമസ് സക്രിയ, സജി തമ്പാൻ, സുജിത് മേടയിൽ, KT ചെറിയാൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ചെയർമാൻ PK സക്രിയ അധ്യക്ഷത വഹിച്ചു. CDNet ന്യൂസ്, കായംകുളം. കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ 168ാം ജയന്തി വിപുലമായ പരിപാടികളോടെ നാടെങ്ങും ആഘോഷിച്ചു. കായംകുളത്ത് ആയിരങ്ങൾ പങ്കെടുത്ത ഉജ്ജ്വല ഘോഷയാത്രയോടെ SNDP യോഗം കായംകുളം യൂണിയന്റെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു. യൂണിയനിലെ 51 ശാഖകളുടെ പങ്കാളിത്തത്തോടെ 10,000-ഓളം ഗുരുവിശ്വാസികൾ ഘോഷയാത്രയുടെ ഭാഗമായി. തുടർന്ന് ജയന്തി സമ്മേളനം നടത്തി. കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച മഹാഗുരു ശ്രീനാരായണ ഗുരുവിന്റെ 168ാം ജയന്തി വിപുലമായ പരിപാടികളോടെ നാടെങ്ങും ആഘോഷിച്ചു. കായംകുളത്ത് ആയിരങ്ങൾ പങ്കെടുത്ത ഉജ്ജ്വല ഘോഷയാത്രയോടെ SNDP യോഗം കായംകുളം യൂണിയന്റെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു. യൂണിയനിലെ 51 ശാഖകളുടെ പങ്കാളിത്തത്തോടെ 10,000-ഓളം ഗുരുവിശ്വാസികൾ ഘോഷയാത്രയുടെ ഭാഗമായി. 2 അശ്വങ്ങൾ നയിച്ച ഗുരുദേവ വിഗ്രഹരഥം, ഗുരുദേവന്റെ ജീവിതം ആവിഷ്കരിച്ചിരിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, പഞ്ചവാദ്യം, അമ്മൻകുടം, തിരുവാതിര, കൈകൊട്ടിക്കളി, കോൽക്കളി, തെയ്യം, പഞ്ചവാദ്യം, ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടിയാണ് നഗരം ചുറ്റി പാർക്ക് മൈതാനിയിൽ ഘോഷയാത്ര സമാപിച്ചത്. സമ്മേളനം മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗമാണ് 2022 ഇപ്പോൾ കായംകുളത്ത് ഈ മഹത്തായ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് വളർന്ന് വികസിക്കാനുണ്ടായിട്ടുണ്ട്. 1000 ശാഖകളുമായി, ലക്ഷോപലക്ഷം അംഗങ്ങളുമായി ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും മഹത്തായ ഒരു പ്രസ്ഥാനമായി SNDP യോഗം വളർന്നിന്നെത്തിയത് അതിന് ബീജാപാപം ചെയ്ത, ഊടുംപാവും നെയ്ത മഹാശയനായ കേരളത്തിൻ്റെ ഏറ്റവും മഹാനായ കർമ്മയോഗി, ഇതിഹാസ പുരുഷൻ, ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടാവ് എന്തു പറഞ്ഞാലും അധികമാവാത്ത മഹാനായ ശ്രീനാരായണ ഗുരു വഴിയാണ്. ഇവിടെ പറഞ്ഞു, സ്വാഗത പ്രസംഗകൻ പറഞ്ഞു, ഈ കായംകുളവും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി. ഇവിടെ വാരണപ്പള്ളി കുടുംബത്തിൽ, പുതുപ്പള്ളിയിലെ വാരണപ്പള്ളി കുടുംബത്തിൽ താമസിച്ചുകൊണ്ട് കുട്ടിയായ ശ്രീനാരായണ ഗുരു അദ്ദേഹം അവിടുന്ന് കിലോമീറ്റർ നടന്ന് മറ്റ് സഹപാഠികളോടൊപ്പം ഈ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗത്തുള്ള, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള
കുമ്മമ്പള്ളി രാമൻപിള്ളി ആശാൻ്റെ ഉളിപ്പള്ളിക്കൂടത്തിൽ വന്ന് സംസ്കൃതം പഠിച്ചു. അതിനെ നമ്മൾ വളരെ ക്രിയാത്മകമായി കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇവിടെ വന്നു അദ്ദേഹം എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നു? അവിടെ പഠിപ്പിക്കാൻ ആരും തയ്യാറല്ല. ജാതിയിൽ താഴ്ന്നയാളാണ് കൊണ്ട് ഉളിപ്പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ തിരുവനന്തപുരത്തെ ഒരാശാനും തയ്യാറല്ല. അതിന് തയ്യാറായത് കുമ്മമ്പള്ളി രാമൻപിള്ളി ആശാൻ മാത്രമാണ്. ഉളിപ്പള്ളിക്കൂടത്തിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണാം, അത് വേറെ കാര്യം. പക്ഷേ പഠിപ്പിക്കാൻ തയ്യാറായി പഠിപ്പിച്ചു. അങ്ങനെ സംസ്കൃതം പഠിച്ചെവിടെ നിന്നാണ്? അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ജയന്തി ദിന സന്ദേശം നൽകി. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആശംസാ പ്രസംഗം നടത്തി. യൂണിയൻ പ്രസിഡന്റ് ബി ചന്ദ്രദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ, വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു, ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എസ് ധനപാലൻ, എ പ്രവീൺ കുമാർ, മടത്തിൽ ബിജു, യൂണിയൻ കൗൺസിലർമാരായ പനക്കൽ ദേവരാജൻ, വിഷ്ണു പ്രസാദ്, മുനമ്പിൽ ബാബു, ജെ സജിത് കുമാർ, സംഘം രവി, എൻ ദേവദാസ്, PS ബേബി, എൻ സദാനന്ദൻ, വനിതാ സംഘം ഭാരവാഹികൾ, പ്രസിഡന്റ് സുഷമ്മ, സെക്രട്ടറി ഭാസുര മോഹനൻ, വൈസ് പ്രസിഡന്റ് സൗദാമിനി രാധാകൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ശ്രീനാരായണ ഗുരുദേവൻ സംസ്കൃതത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി കുമ്മമ്പള്ളി രാമൻപിള്ളി ആശാനിൽ നിന്ന് ആ വിദ്യ അഭ്യസിക്കുന്നതിനായി ഏതാണ്ട് 4 വർഷക്കാലം കായംകുളത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിൽ 3 പേർ CPM പ്രാദേശിക നേതാക്കളാണ്. മറ്റ് 5 പേർ കണ്ടാൽ അറിയാവുന്നവരാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിൽ 3 പേർ CPM പ്രാദേശിക നേതാക്കളാണ്. മറ്റ് 5 പേർ കണ്ടാൽ അറിയാവുന്നവരുമാണ്. CPM ചെറുക്കടവൻ ലോക്കൽ കമ്മിറ്റി അംഗം സാജിദ് ഷാജഹാൻ, ടൗൺ ഹാൾ ബ്രാഞ്ച് A സെക്രട്ടറി സുധീർ, ടൗൺ ഹാൾ ബ്രാഞ്ച് B സെക്രട്ടറി അരുൺ എന്നിവരുടെ പേരിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. CD Net News കായംകുളം. ലയൺസ് ഡിസ്ട്രിക്ട് 318B വൃക്ക രോഗികൾക്കുള്ള സൗജന്യമായി ഡയാലിസിസ് കിറ്റ് നൽകുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മാവേലിക്കരയിൽ നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സണ്ണി B സക്രിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര താലൂക്കുകളിലുമായി പ്രവർത്തിക്കുന്ന 128-ൽ പരം ലയൺസ് ക്ലബ്ബുകളുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് കോട്ടയം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന ലയൺസ് ഡിസ്ട്രിക്ട് 318B വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് കിറ്റ് നൽകുന്ന വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ജില്ലാതല ഉദ്ഘാടനമാണ് മാവേലിക്കരയിൽ നടത്തിയത്. മാവേലിക്കര ഗ്രേറ്റർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 11:30 ട്രാവൻകൂർ റീജൻസിയിലാണ് ചടങ്ങ് നടന്നത്. ക്ലബ് പ്രസിഡന്റ് ജെ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സണ്ണി B സക്രിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഭാഗമായിട്ട് നൽകുന്ന ഡയാലിസിസ് കിറ്റ് നമ്മുടെ സമൂഹത്തിലെ നിർദ്ദണ്ഡായിട്ടുള്ള അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മുടെ ഡയാലിസിസ് പദ്ധതിയുടെ മൾട്ടിപ്പിൾ കൗൺസിൽ കോർഡിനേറ്റർ KA തോമസ് ഡയാലിസിസ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ R വെങ്കടാചലം മുഖ്യപ്രഭാഷണം നടത്തി. പദ്ധതിയുടെ ഡിസ്ട്രിക്ട് ചെയർമാൻ ചാൾസ് ജോൺ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KS മോഹനൻപിള്ള എന്നിവർ സംസാരിച്ചു. മാവേലിക്കര ഗ്രേറ്റർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാവേലിക്കരയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൃക്കരോഗം ബാധിച്ചവർക്ക് 100 ഡയാലിസിസ് കിറ്റുകളാണ് സൗജന്യമായി വിതരണം ചെയ്തത്. ഇതിനോടനുബന്ധിച്ച് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം, ഓണാഘോഷം എന്നിവ സംഘടിപ്പിച്ചു. CD Net News മാവേലിക്കര. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് കേന്ദ്രമാക്കി 18 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി 2 മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള സെലക്ഷൻ ട്രയൽസ് സെപ്റ്റംബർ 18 നടത്തും. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രാവിലെ 9:30-നും 14 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 11:30-നും 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് 2 മണിക്കും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ സെലക്ഷൻ ട്രയൽസ് നടത്തുന്നതായിരിക്കും എന്ന് അക്കാദമി സെക്രട്ടറി മനോജ് എബ്രഹാം ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 14 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മധ്യകിഴക്കൻ അറബിക്കടലിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. ക്യാൻസർ രോഗത്താൽ വലയുന്ന വീട്ടമ്മയ്ക്ക് ചികിത്സാ സഹായം കണ്ടെത്തുന്നതിനായി ഭിക്ഷാടന ചലഞ്ച് നടത്തി ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ.
പത്തിയൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ രാമപുരം കണ്ടത്തിൽ ഗീതയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായിട്ടാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഭിക്ഷാടനം നടത്തിയത്. ക്യാൻസർ രോഗം കൊണ്ട് വലയുന്ന വീട്ടമ്മയ്ക്ക് ചികിത്സാ സഹായം കണ്ടെത്തുന്നതിനായി ഭിക്ഷാടനം നടത്തിയിരിക്കുകയാണ് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ. എന്ന് പറയുമ്പോൾ ദാനം എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഇന്ന് ഞങ്ങൾ 100 വീട്ടിൽ നിന്ന് ദാനം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് സന്തോഷ സൂചകമായി, ഇന്ന് ഗുരുദേവന്റെ ജയന്തി ദിനമാണ്, ജന്മദിനമാണ്. അതിന്റെ സന്തോഷ സൂചകമായി പോകുന്ന എല്ലാ വീട്ടിലും ഓരോ ലഡു, 1-2 അവർക്ക് ആവശ്യം ലഡുവും കൊടുത്താണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. അതിന്റെ ഉദ്ഘാടനം നെടുങ്ങാകപ്പള്ളി അമ്പലത്തിലാണ്. ഞങ്ങൾ അമ്പലത്തിന്റെ നടയിലാണ് നിൽക്കുന്നത്. അമ്പലത്തിന്റെ സെക്രട്ടറിയും NSS കരയോഗം സെക്രട്ടറിയുമായ സാബു, വെറും സാബു അല്ല, ഈ നാട്ടിലെ വളരെ പാചക വിദ്വാനാണ്. ഒരുപാട് അനേകർക്ക് ഭക്ഷണം ഈ കൈകൊണ്ട് വെച്ച് വിളമ്പി കൊടുത്ത ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നും തന്നെ, സാബുവിന്റെ കയ്യിൽ നിന്ന് തന്നെ തുടക്കം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ രാമപുരം കണ്ടത്തിൽ ഗീതയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഭിക്ഷാടനം നടത്തിയത്. ഏറെക്കാലമായി ഗീത രോഗബാധിതയാണ്. ഇതിനോടകം തന്നെ പല ശസ്ത്രക്രിയകളും നടത്തിയിട്ടുണ്ട്. ഭർത്താവ് സുരേഷ് ഡൽഹിയിലെ ഒരു കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. അവിടെ വെച്ചുണ്ടായ അപകടത്തിൽ കൈവിരലുകൾ നഷ്ടപ്പെട്ടു. തുടർന്നുണ്ടായ സ്ട്രോക്കിനെ തുടർന്ന് കണ്ണിന് കാഴ്ചയും നഷ്ടമായി. ഇതിനാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇവരുടെ വീട്ടിൽ രോഗിയായ ഗീതയ്ക്ക് താമസിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഗീതയും ഭർത്താവും രാമപുരത്തുള്ള ഗീതയുടെ സഹോദരി ജഗദമ്മയുടെ വീട്ടിലാണ് കഴിയുന്നത്. ജഗദമ്മയ്ക്ക് ഗീതയുടെ ചികിത്സയ്ക്കുണ്ടാകുന്ന ഭാരിച്ച ചെലവ് വഹിക്കാനുള്ള സാമ്പത്തിക പ്രയാസവുമുണ്ട്. ചികിത്സയ്ക്കായി RCCയിൽ പോകുന്നതിന് ഗീതയ്ക്ക് 16,000 രൂപ ചിലവ് വരും. ഈ തുക പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഗീതാകുമാരി തന്നെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നുവെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. കണ്ടത്തിൽ ഗീത എന്ന് പറയുന്ന ഗീത ചേച്ചിയുടെ വീട്ടിലാണ് ഈ വാർഡ് മെമ്പർ രാജീവ്, ശംഭു, വില്യം ചായൻ, അങ്ങനെ മധു, ഈ പ്രദേശത്തെ ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന അനേകർ ഈ ഗീതയുടെ വീട്ടിൽ കൂടിയിരിക്കുന്നതാണ്. 57 വയസ്സുണ്ട്. ചുമയിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖം, ക്യാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ടെസ്റ്റിന് 16,000 രൂപ വേണം. അങ്ങനെയാണ് ഗീത എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒരു 16,000 രൂപ കൊടുക്കുക എന്നുള്ളതല്ല. ഇന്ന് ഈ പ്രദേശത്തുള്ള കുറേ വീടുകൾ ഞങ്ങൾ ഈ കൂട്ടം ഒരുമിച്ച് കയറും. ചതയമാണ്, ഗുരുദേവൻ്റെ ജന്മദിനമാണ്. ഞങ്ങൾ ലഡു കൊടുത്തുകൊണ്ടാണ് ഓരോ വീട്ടിലും ചെല്ലുന്നത്. നിങ്ങൾ എന്തു തന്നാലും അത് ഒരു ലഡു തന്ന് ഞങ്ങൾ ആ തരുന്ന സംഭാവന ഗീതയ്ക്ക് വേണ്ടി സ്വീകരിച്ച് ഇന്ന് വൈകിട്ട് തന്നെ ഈ വീട്ടുവളപ്പിൽ വെച്ച് ഗീതയ്ക്ക് ആ പൈസ തിരിച്ചു കൊടുക്കും. ഇത് കേൾക്കുന്നവർ 1-ാം വാർഡിൻ്റെ രാമപുരം LP സ്കൂളിൻ്റെ അവിടുന്ന് പടിഞ്ഞാട്ടുള്ള വഴിയിൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണും. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെ അറിയാവുന്നവരൊക്കെ അവരവരുടെ നമ്പറുകൾ വിളിച്ച് ഞങ്ങളുടെ കൂടെ ചേരണം. ഞങ്ങൾക്ക് ഈ ഗീതയ്ക്ക് വേണ്ടിയുള്ള സംഭാവന നൽകണം. ഈ വീട് ചേച്ചിയുടെ വീടാണ്. സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. ഒരു രോഗിയായ മനുഷ്യർക്ക് ചുമയും ഈ രോഗത്തിൻ്റെ ഉള്ള ആൾക്ക് താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്ന തരിപ്പണമായ ഒരു വീടാണ്. ലൈഫിൽ പേരുള്ളതുകൊണ്ടൊക്കെ എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഗീതയെ സഹായിക്കണം. ഞങ്ങൾ ഓരോ വീട്ടിലോട്ട് വരാൻ പോവുകയാണ്. ഒന്നുകൂടി പറയുന്നു, രാമപുരം LP സ്കൂളിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഞങ്ങൾ കാണും. നിങ്ങളിത് കേൾക്കുന്നവർ ഗീതയെ സഹായിക്കണം എന്ന് താല്പര്യമുള്ളവർ ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങൾക്ക് ഗീതയ്ക്ക് വേണ്ടി സംഭാവന ഞങ്ങൾ ഏൽപ്പിക്കണം. ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ ഇവരുടെ വീടിന്റെ സമീപ പ്രദേശങ്ങളിലെ 50ഓളം വീടുകളിൽ ഭിക്ഷാടനം നടത്തി. വീടുകളിലെ ഉള്ളവർക്ക് ലഡു വിതരണം ചെയ്താണ് ഭിക്ഷാടനം നടത്തിയത്. ഇതിലൂടെ 75,000 രൂപയോളം കണ്ടെത്തി. തുക ഗീതാകുമാരിക്ക് കൈമാറുകയും ചെയ്തു. വാർഡംഗം രാജീവ് കുമാർ, ശംഭു പ്രസാദ്, മധു രാമപുരം, തോമസ്, വില്യംസ് മത്തായി, ഉണ്ണികൃഷ്ണൻ, കാർത്തിക എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം. കഥകളി ആസ്വാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാവേലിക്കരയിൽ ഓണോത്സവ് 2022 നടന്നു. ഓണോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഓണക്കൂട്ടം MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണോത്സവ 2022 എന്ന പരിപാടി നടന്നു. ഓണോത്സവത്തിന്റെ ഭാഗമായി ഓണക്കൂട്ടം എന്ന പരിപാടി സംഘടിപ്പിച്ചു. MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധിയായ രീതികളിലും അണിയറയിൽ കഞ്ഞിമേലറിയുന്ന മാവേലിക്കരയിലേക്ക് മാറാൻ വളരെ വളർത്താൻ രീതിയിൽ പഠിക്കാൻ ആ സമയത്ത് ചില രീതിയിൽ വേഷം കെട്ടാൻ വേണ്ടി കഴിക്കുന്നു. അമ്പലത്തെ അമ്പലത്തിൽ വേഷം കിട്ടും, ചിലക്കരെ അമ്പലത്തിൽ ഡിവിഷൻ കിട്ടി.
അങ്ങനെ ഇത്തരം ഒരു ഭാഗ്യം കൂടി, ഒരു അവസരം കൂടി ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമ്മുടെ നാടിനകത്ത് പുതിയ കാലങ്ങളിൽ ഇത്തരം കലകളെല്ലാം നന്മകളാണ്. ആ നന്മകൾ ഓണത്തോട് വലിയ ആഘോഷമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ നന്മകൾ കാണാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളത് പ്രശ്നമാണ്. ആസ്വാദക സംഘം പ്രസിഡന്റ് ജെ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഓണ സന്ദേശം നൽകി. ആലപ്പുഴ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. RRC വർമ്മ, ടി രാധാകൃഷ്ണപിള്ള, കെ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ നിന്നും ഡിലിറ്റ് ലഭിച്ച കഥകളി ആചാര്യൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി, കലാസാഗർ അവാർഡ് നേടിയ മേള വിദ്വാൻ കലാഭാരതി ഉണ്ണികൃഷ്ണൻ, ചുട്ടി കലാകാരൻ ചിങ്ങോലി പുരുഷോത്തമൻ എന്നിവരെ ആദരിച്ചു. തുടർന്ന് നളചരിതം 4ാം ദിവസം കഥകളി അരങ്ങേറി. ബാഹുകനായി ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി, ദമയന്തിയായി മാർഗി വിജയകുമാർ, കേശിനിയായി മധു വാരണാസി എന്നിവർ വേഷമണിഞ്ഞു. പത്തിയൂർ ശങ്കരൻകുട്ടിയും കലാമണ്ഡലം കൃഷ്ണകുമാറും ചേർന്ന് സംഗീതവും, കലാഭാരതി ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ശ്രീകാന്ത് വർമ്മ, കലാനിലയം മനോജ് എന്നിവർ ചേർന്ന് മേളവും ഒരുക്കി. ചടങ്ങിൽ 2020 മാർച്ചിന് ശേഷം വിദ്യാഭ്യാസ കലാരംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ സംഘാംഗങ്ങളുടെ വിദ്യാർത്ഥികളെയും മികച്ച നേട്ടങ്ങൾ കൊയ്തവരെയും സംഘാംഗങ്ങളെയും അനുമോദിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഓണാഘോഷം നടന്നു. കലാപരിപാടികളോടെയായിരുന്നു ഓണാഘോഷം. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഓണാഘോഷം നടന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ അധ്യാപിക ബിന്ദു ആർ പിള്ള സ്വാഗതം പറഞ്ഞു. തുടർന്ന് പ്രീ നഴ്സറി മുതൽ 5ാം ക്ലാസ് വരെയുള്ള ജൂനിയർ വിഭാഗം അധ്യാപികമാർ അധ്യാപകൻ രതീഷ് ഗാനാലാപനം നടത്തി. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സീനിയർ വിഭാഗത്തിലെ അധ്യാപികമാരുടെ തിരുവാതിരയെ തുടർന്ന് അധ്യാപകനായ പാവുമ്പ മനോജ് കവിത അവതരിപ്പിച്ചു. അധ്യാപകരുടെ ഗായക സംഘം അവതരിപ്പിച്ച ഓണപ്പാട്ടും ശ്രദ്ധേയമായി. സംഗീത അധ്യാപകരായ പ്രശാന്തും ശ്രീകുട്ടിയും അവതരിപ്പിച്ച ഓണപ്പാട്ടും ജൂനിയർ വിഭാഗത്തിന്റെ നാടൻ പാട്ടും സെമി ക്ലാസിക്കൽ ഡാൻസ് ഫ്യൂഷനും വ്യത്യസ്ത ഇനങ്ങളായി. അധ്യാപിക മേരി ആൻഡ്രൂസ് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ നടന്നു. വടംവലി ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളും പരിപാടിയുടെ ഭാഗമാക്കി. ഓണാഘോഷം സന്തോഷത്തിന്റെ ഭാഗമായി നടത്തുമ്പോഴും മാതൃകാപരമായ സാമ്പത്തിക സഹായ പ്രവർത്തനം പതിവ് പോലെ ഈ വർഷവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഗായത്രി വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും സമാഹരിച്ച തുകയോടൊപ്പം അധ്യാപകരുടെ ഭാഗത്തു നിന്നുമുള്ള ധനസമാഹരണമായ സുഹൃത ഗായത്രി ചടങ്ങിൽ ഉൾപ്പെടുത്തിയത്. സാമ്പത്തിക സഹായം PTA പ്രസിഡന്റ് സുജ കെയുടെ നേതൃത്വത്തിൽ സ്കൂൾ അധികൃതർ കൈമാറി. മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ ഗായത്രി സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷം സുഹൃതങ്ങളുടെ ഒരു പുണ്യദിനം കൂടിയാണ്. എല്ലാ വർഷവും അഭയഗായത്രി, സേവാഗായത്രി, സുഹൃത ഗായത്രി ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഈ
രോഗികളായിരിക്കുന്നവരെയും ദുരിതങ്ങളിൽ കഴിയുന്നവരെയും ദുഃഖത്തിലിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാനും അവർക്ക് കരുത്തേകുവാനും ഗായത്രിയിലെ അധ്യാപകരും മാനേജ്മെൻറ്റും ചേർന്ന് നൽകുന്ന സുഹൃത ഗായത്രിയിലെ ഈ വർഷത്തെ പുണ്യത്തിന് ഈ സ്കൂളിലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് അത് നൽകുന്നതിന് മുഖാന്തരമായത് ഏറെ സന്തോഷത്തോടുകൂടി ഓർക്കുകയും പ്രത്യേകമായി ആ പുണ്യത്തിൽ പ്രവർത്തിച്ചവരെയും പ്രയത്നിച്ചവരെയും അഭിനന്ദിക്കുകയും. കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് സുഹൃത ഗായത്രി. ഗായത്രിയുടെ അധ്യാപകരും ജീവനക്കാരും എല്ലാവരും പങ്കുചേർന്ന് അവരാൽ കഴിയുന്ന ചെറിയ തുകകൾ ഒരുമിച്ച് സമാഹരിച്ച് ഏതെങ്കിലും ഒരു ദുരിതം അനുഭവിക്കുന്ന വ്യക്തിയെ കണ്ടെത്തി അവർക്ക് വേണ്ടി ഈ സംഭാവന വർഷാവർഷം ചെയ്യുകയാണ് പതിവ്. ഓണാഘോഷ ചടങ്ങിന് ഗായത്രി സെൻട്രൽ സ്കൂൾ ചെയർമാൻ സി ഷാജി, ട്രഷറർ ജോസ് ജോർജ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി വിനോദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ LS കവിത, PTA അംഗങ്ങൾ, പ്രിൻസിപ്പൽ ലീന ശങ്കർ, ഡയറക്ടർ CS നാരായണൻ, ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കായംകുളം. പ്രഭാത സവാരിക്കായി നടക്കാനിറങ്ങിയപ്പോൾ പാടശേഖരത്തിൽ വീണ് യുവാവ് മരിച്ചു. പള്ളിപ്പാട് തളിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ പാടശേഖരത്തിൽ വീണ് പള്ളിപ്പാട് വീരവന കോട്ടയ്ക്കകം സന്ദീപാണ് മരിച്ചത്. പ്രഭാത സവാരിക്കിറങ്ങിയ യുവാവ് ക്ഷേത്രത്തിന് സമീപത്തെ പാടശേഖരത്തിന് നടുവിലൂടെയുള്ള റോഡിൽ കൂടി നടക്കവേ കാലിൽ നിന്ന് വഴുതിപ്പോയ ചെരുപ്പിടക്കാൻ ഇറങ്ങുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞു. കോട്ടയ്ക്കകം സ്വദേശി സന്ദീപ് ആണ് മരണമടഞ്ഞത്. ഇദ്ദേഹം ബാംഗ്ലൂരിൽ സ്ഥിര താമസമായിരുന്നു. 2 ദിവസമായി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് തളിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ പാടശേഖരത്തിലായിരുന്നു സംഭവം നടന്നത്. CDNet ന്യൂസ്, ഹരിപ്പാട്. ഹരിപ്പാടുണ്ടായ വാഹനാപകടത്തിൽ പത്തിയൂർ സ്വദേശി മരണമടഞ്ഞു. താമലയ്ക്കൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വാലിക്കുളങ്ങര മുസ്ലിം പള്ളിക്ക് സമീപം മടത്തിലയ്യത്ത് താഹയാണ് മരിച്ചത്. ഹരിപ്പാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വലിയ പെരുമ്പുഴക്കടവിൽ ചെന്നിത്തല പള്ളിയോടം മറിഞ്ഞുണ്ടായ അപകടം. ഒരു മൃതദേഹം കൂടി ലഭിച്ചു. മരിച്ചവരുടെ എണ്ണം 3 ആയി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അക്രമം. 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഓണാഘോഷങ്ങൾക്ക് സമാപനം. ചതയം പിന്നിട്ടപ്പോഴും നിരവധി പരിപാടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.